കനത്ത മഴയിൽ കണ്ണൂർ തളാപ്പിൽ വീട് ഭാഗികമായി തകർന്നു. തട്ടാരത്ത് സജിതയുടെ വീടിന്റെ അടുക്കള ഭാഗമാണ് തകർന്നിരിക്കുന്നത്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, എന്താണ് വിശദാംശങ്ങൾ? GK, കണ്ണൂർ ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ്. അതിനിടെയാണ് ചിലയിടങ്ങളിലായി ഇത്തരത്തിലുള്ള മഴക്കെടുതികളും മറ്റ് നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. കണ്ണൂർ നഗരത്തിന് സമീപത്ത് തന്നെയുള്ള തളാപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ അവിടെ തളാപ്പ് സ്വദേശിയായിട്ടുള്ള സജിതയുടെ ആ വീട് ഇപ്പോൾ ഭാഗികമായി തകർന്നത്. അതൊരു പഴയ വീടാണ്. പഴയ കട്ടയും മണ്ണും ഒക്കെ ഉപയോഗിച്ച് നിർമ്മിച്ച പഴയ വീടാണ്. കുറച്ച് കാലപ്പഴക്കമുള്ള വീടാണ്. ആ വീടിൻ്റെ അടുക്കള ഭാഗമാണ് ഇന്ന് രാവിലെ പെയ്ത കനത്ത മഴയിൽ തകർന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. പൂർണ്ണമായി തന്നെ ആ വീടിൻ്റെ അടുക്കള ഭാഗം എന്തായാലും തകർന്നിട്ടുണ്ട്. അവിടെ ഈ പ്രാദേശിക പഞ്ചായത്തിൻ്റെ ഉൾപ്പെടെ ആൾക്കാർ അങ്ങോട്ട് എത്തി കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും വീട് ഭാഗികമായി തന്നെ തകർന്നിട്ടുണ്ട്. മറ്റ് ഇടങ്ങളിലും ചില നാശനഷ്ടങ്ങളൊക്കെ കണ്ണൂർ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനിടെ അഴീക്കോട് ഒരു കുളത്തിൽ കുളിക്കാനിറങ്ങിയ യുവാവിനെ കാണാതായിട്ടുണ്ട്. മാട്ടൂൾ സ്വദേശിയാണ്. അവിടെ അത്തരത്തിലൊരു അഴീക്കോട് മീൻകുന്ന് ഉള്ള പൊതു കുളമാണ്. അവിടെ നിരവധി പേർ കുളിക്കാനെത്തുന്നതാണ്. ഇന്ന് രാവിലെ സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാനെത്തിയ മാട്ടൂൾ സ്വദേശി ഇസ്മയിൽ, 21 വയസ്സുള്ള ഇസ്മയിലിനെയാണ് കാണാതായത്. ഇപ്പോഴും അവിടെ തിരച്ചിൽ തുടരുകയാണ്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന്.